ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇതട്ടോ കട്ടൻ കാപ്പി ഇട്ട് കുടിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു, ഇവിടെ ഇടിയും മഴയും കാറ്റും ഒക്കെ. അപ്പോൾ വീടിൻ്റെ അകത്തൊക്കെ നല്ല ചോർച്ച ഉണ്ട്. മേൽഭാഗത്ത് കുറച്ച് ഭാഗം പൊളിഞ്ഞ് ചാടിയിട്ടുണ്ട്, വലിയ വരേൻ്റെ മുകളിൽ. അപ്പോൾ ഇനിയിപ്പോൾ അത് കൂടെയൊക്കെ വെള്ളം വരും എന്നൊക്കെ വിചാരിച്ച്, പൊളിഞ്ഞ് ചാടുമെന്നറിയില്ല എന്ന് വിചാരിച്ചു. പക്ഷെ എന്തായാലും വലിയ നാശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാനായിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു ഈ രണ്ടാമത്തെ മൂക്ക് കുത്തണം. ആദ്യത്തെ ഞാൻ കുത്തിയിട്ടുണ്ട്, രണ്ടാമത്തെ കൂടിയും കുത്തിയിട്ടുണ്ട്. ഇതാ ഒരു ഗണ്ണ് വെച്ചിട്ട് ഇങ്ങനെ കുത്തുക കേട്ടോ, സ്വർണ്ണമൊന്നുമല്ല, അവർ സാധാ കുത്തുമ്പോഴേ അതുപോലത്തെയാണ്. അപ്പോൾ 250 ഉറുപ്പ്യാണ് കുത്താൻ. കാത് മേക്കാതെ ഞാൻ ആദ്യമേ കുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനത് അങ്ങനെ കുത്തി കുറേ കഴിഞ്ഞപ്പോൾ ഊരിയിട്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ശ്രീലക്ഷ്മി ഇതേപോലെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും തന്നെ ഗണ്ണ് വെച്ചിട്ട് സ്വർണ്ണമല്ല, മറ്റേ വരവിൻ്റെയാണ് കേട്ടോ. അങ്ങനെ കുത്തിയിട്ടുണ്ട്. സ്വർണ്ണമൊന്നും വാങ്ങാനുള്ള കെൽപ്പില്ല. നമ്മുടെ പാവപ്പെട്ടവൻ്റെ സ്വർണ്ണം എന്ന് പറയുന്നത് അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, അമ്മയും മുരളിയും വരെ നീച്ചിട്ടില്ല കേട്ടോ. ഇതാ നീച്ചിട്ടില്ല. എന്നാലും മഴ പെയ്തിട്ട് രാത്രിയിൽ ഈ കാറ്റും ഇതൊക്കെ അടിച്ചിട്ട് പിന്നെ ഉള്ളിൽ വെള്ളമൊക്കെ ചോർന്നത് കാരണം പിന്നെ പേടി കാരണം നേരെ കുറേ കഴിഞ്ഞിട്ടാട്ടോ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ കുറേ സമയം എടുത്തു. ശ്രീലക്ഷ്മി ഇതാ നീട്ടിട്ടില്ല. പിന്നെ ഇന്ന് പരീക്ഷ ഇല്ല, നാളെ കണക്കാണ് പരീക്ഷ. അപ്പോൾ അധികവും ഞാൻ വീഡിയോ ഇടാത്തത് പരീക്ഷയാണ്. പിന്നെ ശ്രീലക്ഷ്മീനെ കാണിക്കാത്തതും അതാണ്. പിന്നെ പഠിക്കുന്ന സമയമല്ലേ, അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പം ഇന്നിങ്ങനെ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ. പിന്നെ കടയ്ക്ക് പോകണം, കുടിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ കാപ്പി ഉണ്ടാക്കി കുടിച്ചു. എൻ്റെ കണ്ണ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കണ്ണ് എപ്പോഴും നോക്കിയാലും ചേർത്തിട്ട് എന്തെങ്കിലും കിഡ്നിക്ക് എന്തെങ്കിലും ഇതുണ്ടോ ചോദിച്ചു. കിഡ്നിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, മനുഷ്യനല്ലേ, പറയാൻ പറ്റില്ല. അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഷുഗർ വന്നാലും ഉണ്ടാവും അങ്ങനെയെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ കണ്ണ് പൊതുവേ അങ്ങനെ തന്നെയാണ്, എപ്പോഴും ചേർത്തും കൊണ്ടാണ്. ഇന്നലെ ഞാൻ രാത്രിയിൽ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം വരുള്ളൂ മൂർക്കനാടിൻ്റെ. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടി നിന്നതുകൊണ്ട് തന്നെ രാത്രി ഒക്കെ പിടിച്ചു. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വരിക. അപ്പോൾ എല്ലാ പാത്രത്തിലും പിടിച്ച് വെച്ച് അങ്ങനെ 3 മണിയായി രാത്രി. പിന്നെ ഒന്ന് കണ്ണടയ്ക്കാനുള്ള സമയമല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് എന്താ പറയുക, ഉറക്ക ക്ഷീണം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. ഇന്നലെ ഫുള്ള് ഞാൻ പണീൻ്റെ ഇടയിൽ കൂടെ കണ്ണിങ്ങനെ വന്ന് അടയുന്നുണ്ടായിരുന്നു കേട്ടോ. കസ്റ്റമറെ ഡീൽ ചെയ്യുമ്പോൾ തന്നെ കണ്ണിൻ്റെ പോള നമുക്ക് എങ്ങനെ പിടിച്ചിട്ട് നിലനിർത്താൻ പറ്റില്ല. അങ്ങനെ ഇന്നലെ വൈകുന്നേരം വരെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വീട്ടിൽ വന്നിരുന്നിട്ട് ഞാൻ നീക്കാൻ നേരത്ത് വീഴാൻ പോയി. ശ്രീലക്ഷ്മി പിടിച്ചതുകൊണ്ട് ഞാൻ മേശയിലെ മുകളിൽ കൂടെ വീണില്ല. കാരണം അത്രമാത്രം എനിക്ക് ആ ഒരു ക്ഷീണം എന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരുടെ ഒരവസ്ഥ അങ്ങനെ തന്നെ. എന്താ വെച്ചാൽ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകല്ലാതെ യാതൊരു മാർഗ്ഗമില്ല. കാരണം ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെത് അറിയുള്ളൂ. നമ്മൾ ഒന്നാമത് ഈ ഉയർത്തൊക്കെ കയറിയൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരും കൂടി ആകുമ്പോൾ നമ്മൾ ഈ ഉറക്കക്ഷീണം നിലനിർത്തി നമ്മൾ കയറുമ്പോൾ ഞാനും എന്തെങ്കിലും കാരണവശാൽ വീഴ് എന്തെങ്കിലും ചെയ്ത കാരണം നമ്മളാ ഒരു ക്ഷീണമായിരിക്കും. അതൊക്കെ പേടിയാണ്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ വന്നിട്ട് എന്തോന്നറിയില്ല, കുറച്ച് ചായ ഉണ്ടാക്കി കുടിച്ചിങ്ങാണ്ട് ഇങ്ങനെ നീക്കിനോട് കൂടി മേശേൻ്റെ മുകളിൽ കൂടെ പോയി. ശ്രീലക്ഷ്മി ഉണ്ടായിരുന്നു, അവൾ കുടിച്ചു. എന്താ അമ്മ എന്ന് ചോദിച്ചു എന്നോട്. ശ്രീലക്ഷ്മി നീട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് പൂരമൊക്കെ വരുന്നുണ്ട്. 25-ാം തീയതിയാണ് പൂരം പുറപ്പാട്. അതിന് പോകണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ പോവും. എല്ലാ വർഷവും പോണതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം സമയം കിട്ടിയപ്പോൾ ഒരു വീഡിയോ ഇട്ടതാണ്. എല്ലാവരും ഞങ്ങളെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക. താങ്ക് യു.